ഇന്ന് നവംബർ 14 ലോക പ്രമേഹ ദിനം. തൊഴിലിടവും പ്രമേഹവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയ ദിനത്തിന്റെ പ്രമേയം. പ്രമേഹത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക, ചികിത്സയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. IDFന്റെ കണക്ക് പ്രകാരം പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ഏതാണ്ട് 81.1 ദശലക്ഷം പ്രമേഹ രോഗികൾ ഇന്ത്യയിലുണ്ട്. 2 തരം സങ്കീർണതകളാണ് പ്രമേഹത്തിനുള്ളത്: ഹ്രസ്വകാല സങ്കീർണതകളും ദീർഘകാല സങ്കീർണതകളും. പ്രമേഹത്തിന് ശരീരത്തിലെ ഷുഗറിന്റെ അളവ് ക്രമാതീതമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന ഹൈപ്പർഗ്ലൈസീമിയ എന്ന കണ്ടീഷനും ഹൈപ്പോഗ്ലൈസീമിയ എന്ന കണ്ടീഷനും ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് കോമ എന്ന കണ്ടീഷനുമാണ് ഹ്രസ്വകാല സങ്കീർണതകൾ. പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിത നിലവാരത്തെ എല്ലാം ബാധിക്കുന്നതാണ് ദീർഘകാല സങ്കീർണതകൾ. പ്രമേഹം നമ്മുടെ ജീവിതശൈലി കൊണ്ട് മാത്രമുണ്ടാകുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജനിതക ഘടനയിലെ മാറ്റങ്ങളും പ്രായത്തിൽ കവിഞ്ഞ ഉള്ള നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങളും എല്ലാമായിരിക്കും അതിന് കാരണങ്ങൾ. സമയത്ത് പ്രമേഹം കണ്ടുപിടിക്കുക, പ്രമേഹത്തെ തടഞ്ഞു നിർത്തുക, സങ്കീർണതകൾ ഒഴിവാക്കുക. പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്ന ആഹാരവസ്തുക്കൾ ഉപേക്ഷിക്കുക വഴി മാത്രമേ പ്രമേഹത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കൂ. ജീവിതശൈലിയിൽ കൃത്യമായ ശ്രദ്ധ വേണമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ദിനാചരണം ഓർമ്മിപ്പിക്കുന്നത്. ജസിൻ ചെഞ്ചട്ടയിൽ, വയനാട് വിഷൻ, മാനന്തവാടി.